നമസ്കാരം. DD പോസിറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് പ്രധാനപ്പെട്ട വിഷയം കിടക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തോളൂ. നമ്മൾ 4 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളെ, അതായത് വെയർ, വൈ, വാട്ട്, ഹൗ. ഓക്കെ, ഇതാണ് നമ്മൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കാരണം എന്താ പറയുക, നമ്മളെ മൈൻഡ് കണ്ടീഷൻഡാണ്. പല സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളെ എൻവയൺമെൻറ്റ്, ചുറ്റുപാടത്തിൻ്റെ എൻവയൺമെൻറ്റാണ് ഈ മൈൻഡിന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആക്കണത്, ഒരു കംഫർട്ട് സോണിലാക്കണം അല്ലേ. അതുകൊണ്ട് നമ്മളെ മൈൻഡിൽ നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നു, പലത് കാര്യങ്ങൾ നടക്കുന്നു, ഇതൊക്കെ. അപ്പോൾ നമ്മൾ പല കാര്യത്തിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അത് നടക്കാൻ പാടില്ല, പല നടക്കേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ ആ ഇൻഫർമേഷൻ മാത്രം നമ്മൾ ഗ്യാദർ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് മൈൻഡിൽ നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ബേസിക്കലി നിങ്ങളിപ്പോൾ നിങ്ങൾ കുറേ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടാവും, കുറേ വെബിനാർസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അവർ കുറേ മെക്കാനിസമായിട്ട് വരും, കുറച്ച് പാക്കേജസ് ആയിട്ട് വരും. ഒരു 90 മിനിറ്റ്സ് വെബിനാർ ഉണ്ടാവും. അവസാനം ഒരു പാക്കേജ് നിങ്ങൾ പറയും, ഇതാണ് ഡെവലപ്മെൻറ്റ്, ഒരു 3 ആഴ്ചത്തെ പ്രോഗ്രാമാണ്, ഇത്ര അങ്ങനെ പറഞ്ഞിട്ട് ഒരു മെക്കാനിസം കൊണ്ടുവരും. പക്ഷേ എല്ലാ ഒരു വെബിനാറിലും ഒറ്റ കാര്യം ഇവർ എംഫസൈസ് ചെയ്യാറുണ്ട്, എന്താണെന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ്. അപ്പോൾ എന്ത് മെക്കാനിസം ആയാലും നിങ്ങളെ മൈൻഡ് സെറ്റാണ് നിങ്ങളെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കുക. ഈ മെക്കാനിസം വെച്ചാലും എന്ത് മെക്കാനിസം വെച്ചാലും അല്ലേ. അപ്പോൾ ആ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം, കുറച്ചുകൂടി വ്യക്തമാവും. ജപ്പാനിലൊരു കുങ്ഫു മാർഷ്യൽ ആർട്ടിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഒരു മാസ്റ്റർ നടത്തുന്നതാണ്. അങ്ങനെ എല്ലാ കൊല്ലം ഒരു ജാപ്പനീസ് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യും. ഒരു വർഷം ഒരു അമേരിക്കൻ ബോയ് വന്നിട്ട് എൻറോളായി. അവന് പഠിക്കാണ്ട് പറഞ്ഞിട്ട് അവൻ എൻറോളായി. അപ്പോൾ ആദ്യത്തെ കൊല്ലം ഇവർ എന്താ ചെയ്യുക വെച്ചാൽ, ആദ്യത്തെ കൊല്ലമൊക്കെ അവരെന്ത് ചെയ്യുക വെച്ചാൽ, അവർ ഈ ആൾക്കാരെ കൊണ്ട് ഡയറക്റ്റ് മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കില്ല. അവരാദ്യം പല ഈ ചെറിയ പണികൾ ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുക, പാത്രങ്ങൾ കഴുകുക, അല്ല തുണികൾ കഴുകുക, അങ്ങനത്തെ ഒക്കെ വർക്ക് ചെയ്യിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല മൂവീസിലും ഇങ്ങനെ. അപ്പോൾ ആ വർക്കാണ് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാവരും ലൈനപ്പ് ചെയ്തിട്ട് മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഓരോരുത്തർ പറഞ്ഞു, നിങ്ങൾ പ്രൊമോട്ടായി പറഞ്ഞു. പക്ഷേ അമേരിക്കൻ ബോയിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, യു ആർ നോട്ട് പ്രൊമോട്ടഡ്. അപ്പോൾ ആൾ ചോദിച്ചു, ഞാൻ ഇത്രയും പണിയൊക്കെ ചെയ്തിട്ടും കൂടി എനിക്ക് ഡിമോഷനായി. സാരില്ല, കുഴപ്പമില്ല, എനിക്ക് മാസ്റ്റർ പറഞ്ഞെങ്കിൽ കേൾക്കണം. അങ്ങനെ ഒരു കൊല്ലം, രണ്ടാമത്തെ കൊല്ലം വന്നു. പക്ഷേ ഇപ്രാവശ്യം അവന് കുറച്ചും കൂടി എംബ്രേസിങ് സിറ്റുവേഷനായി. കാരണം എന്താ അറിയോ, അവൻ്റെ കൊലീഗ്സില്ലേ, പ്രൊമോട്ടായ കൊലീഗ്സ്, അവരുടെയൊക്കെ പാത്രങ്ങൾ കഴുകുക, അവരുടെയൊക്കെ തുണികൾ കഴുകുക, അങ്ങനത്തെ അതൊക്കെ കഴുകേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, മാസ്റ്റർ പറയാണ്ടിരിക്കാൻ പറ്റില്ല, പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി ചെയ്തു. അങ്ങനെ അവസാനത്തെ 2ാമത്തെ വർഷം ഫിനിഷായപ്പോൾ എല്ലാവരും പിന്നെ ലൈനപ്പ് ചെയ്തിട്ട് മാസ്റ്റർ പറഞ്ഞു, യു ആർ പ്രൊമോട്ടഡ് പറഞ്ഞു. ഈ അമേരിക്കൻ ബോയിൻ്റെ അവിടെ എത്തിയപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നോ, യു ആർ നോട്ട് പ്രൊമോട്ടഡ്. ഇപ്രാവശ്യം അമേരിക്കൻ ബോയിന് ഭയങ്കര ഒരു ദേഷ്യം വന്നു, വളരെ ഒരു വൈൽഡ് ഒരു സിറ്റുവേഷനിൽ വന്നു. കാരണം ഇങ്ങനെയാണ് ഈ റിപ്പീറ്റഡ്ലി ഇങ്ങനെ എന്നെ ഡിമോട്ട് ചെയ്യേണ്ടത്, എന്താ കാരണം എനിക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴേക്കും മാസ്റ്ററിൻ്റെ ക്യാബിൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ ബോയ് മാസ്റ്ററിൻ്റെ ക്യാബിനിൽ പോയി ഡോറ് തുറന്നിട്ട് പറയാൻ പോകുമ്പോഴേക്കും മാസ്റ്റർ പറഞ്ഞു, ഒരു ചായൻ്റെ ടീപ്പോട്ട് കിടക്കുന്നുണ്ട്, ഒരു കപ്പ് കിടക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ചായ ഒഴിച്ച് ചോദിക്കും. അപ്പോൾ അങ്ങനെ അവൻ ഒബേ ചെയ്യണമല്ലോ ഓർഡർ. അപ്പോൾ അങ്ങനെ അവൻ പോയിട്ട് ആ ടീപ്പോട്ടിന് ചായ എടുത്തിട്ട് കപ്പിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നിർത്തുക, കപ്പ് ഫുള്ളായാൽ നമ്മൾ നിർത്തണം അല്ലേ. അപ്പോൾ കപ്പ് ഫുള്ളായപ്പോൾ അമേരിക്കൻ ബോയ് ആ ടീപ്പോട്ട് സൈഡിൽ മാറ്റി വെച്ചു. അപ്പോൾ മാസ്റ്റർ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്റ്റോപ്പ് ചെയ്ത് ചോദിച്ചു. പിന്നെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ എല്ലാം ഓവർഫ്ലോ ആയി, കാർപ്പറ്റിലേക്കായി, അങ്ങനെ വെറ്റായി. അപ്പോൾ ഇവരാണെങ്കിൽ അമേരിക്കൻ ബോയാണ്, ഭയങ്കര ഒരു എംബ്രേസിങ് സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു ദേഷ്യം പിടിച്ചിട്ട് ആ ടീപ്പോട്ട് അവിടെ വെച്ചിട്ട് മാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണത്, എന്നിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞ ഒറ്റ റിപ്ലൈ എന്താ അറിയോ, നിങ്ങൾ ഈ ഒരു കപ്പിൻ്റെ പോലെയായിരുന്നു, എപ്പോഴും ഫുള്ളായിരുന്നു, ഒരിക്കലും എംപ്റ്റി ചെയ്തിട്ടില്ല. നമ്മളെ ലൈഫിൽ നമ്മളെ മൈൻഡ് എപ്പോഴും ഫുള്ളാക്കി വയ്ക്കും. ഞാനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വിട്ടുപോവാണ്. അത് നമ്മൾ ആക്ച്വലി ഈ ഒരു കംഫർട്ട് സോൺ ആയിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ സ്പേസിൽ നമ്മളൊരു സെൽഫ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്താലേ നമ്മൾ ചെയ്യുന്ന റുട്ടീൻ വർക്ക്സിൽ ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാണ്. iPhone 16 വേണം, ലാപ്ടോപ്പ് വേണം, അതൊക്കെ തയ്യാറാണ്. പക്ഷേ നമ്മളെ കണ്ടീഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറല്ല അല്ലേ, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറല്ല. അവിടെയാണ് നമുക്ക് ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് സെൽഫ് മെക്കാനിസം കൊണ്ടുവരേണ്ടത്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. സ്റ്റേ ട്യൂൺ. താങ്ക് യു. നന്ദി.